ഹേ ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇന്നലെ ഔട്ട്രോ എടുക്കാനൊക്കെ വിട്ടുപോയതല്ല, ആരോഗ്യം അത്രയും മോശമായിരുന്നു. പനിയും പിന്നെ ഇന്നലെ കുതിര പുറത്ത് നിന്ന് കാണിച്ച അഭ്യാസത്തിൻ്റെ റിസൾട്ടായിട്ട് ദേഹം വേദനയും അങ്ങനെ വയ്യായിരുന്നു ഇന്നലെ. അപ്പം ഞാൻ മറ്റു വീഡിയോയ്ക്ക് ഔട്ട്രോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പം നമ്മുടെ 4 ദിവസത്തെ കാശ്മീരി എക്സ്പ്ലോറിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ പഞ്ചാബിലാണുള്ളത്. ഇന്നലെ ഫുള്ള് ഓവർനൈറ്റ് ജേർണി ആയിരുന്നു. എന്നിട്ട് നമ്മളിന്ന് രാവിലെ പഞ്ചാബിലെത്തി. അപ്പോൾ ഇവിടെ അമൃത്സറിലായിരിക്കും, മീൻസ് അവിടെ നമ്മൾ പോകുന്നുണ്ട്. മെയിനായിട്ട് അതാണ്. പിന്നെ ജാലിയൻ വാല ബാഗ്, ഗോൾഡൻ ടെമ്പിൾ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഇന്ന്. അപ്പോൾ അതായിരിക്കും ഇന്നത്തെ വ്ളോഗ്. ഭയങ്കര ടയേർഡായി. ഇനി ഒരു 3 ദിവസം കൂടെ ട്രിപ്പ് കഴിഞ്ഞ് എത്ര വേഗമാണ് ഈ ട്രിപ്പ് കഴിഞ്ഞത്. ഒരു ഇത് തോന്നണം, മീൻസ് കോളേജായിട്ടൊരു ബന്ധം ഇല്ലാത്ത പോലെ തോന്നണം. ഇത് തന്നെ ഒരു പ്രൊഫഷൻ പോലെ ആയതുപോലെ തോന്നണം. മീൻസ് അതൊക്കെ മറന്നു, ഈ കോളേജ് വീട് അതൊക്കെ മറന്നിട്ടേ ചുമ്മാ ഇങ്ങനെ നടക്കണം. ബസ്സിൽ കയറുന്നു, അടുത്ത സ്ഥലത്ത് പോകുന്നു, ഫുഡ് കഴിക്കുന്നു, ഉറങ്ങുന്നു. ഇത് തന്നെ ഒരു ഇതായതുപോലെ തോന്നണം. പിന്നെ 3 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകുമ്പോൾ ഞാൻ കണ്ട് പൂരിയുണ്ട്. പൂരി നല്ല സോഫ്റ്റുമാണ്, നല്ല കട്ടിയുമാണ്. അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഇതെന്ന് പറയണത്. പിന്നെ നമുക്കിതാ കടലക്കറിയുണ്ട്. പിന്നെ ഇത് റാഡിഷോ ക്യാരറ്റോ അച്ചാറാണ്. പിന്നെ കുറച്ച് സവാളയുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഓട്ടോയിലാണ് നമ്മൾ സഞ്ചാരം ഫുള്ള്, ബസ്സിലല്ല, ഓട്ടോ. തണുപ്പുണ്ട് ഇവിടെ, പക്ഷേ മൈനസിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്നപ്പം ഇതൊന്നും തണുപ്പേ അല്ല. ഓക്കെ, അപ്പോൾ 10 പേരാണ് ഒരു ഓട്ടോയിൽ. അപ്പം നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തി നിൽക്കുകയാണ്, ഗോൾഡൻ ടെമ്പിൾ. അപ്പം ഇവിടെ കുറച്ച് ഡ്രസ്സിങ് ഒക്കെ കുറച്ച് സീനാണ്. അതായത് മുട്ടിന് താഴെയുള്ള ഡ്രസ്സ് ഇടാൻ പറ്റുള്ളൂ. പിന്നെന്താണ്, ഷോൾ നിർബന്ധമാണ്. ഷോൾ ഇല്ലാത്തവർക്ക് ഇതാ തലയിൽ ഇതേപോലത്തെ സാധനം വാങ്ങി കിട്ടണം. ഇത് ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്ത് ഫ്രീ എന്നാണ് പറയണത്. പിന്നെ പുറത്തുനിന്നൊരു ബയ്യ വന്നിങ്ങനെ കെട്ടിത്തന്ന്, പിന്നെ എന്നിട്ട് കെട്ടിയിട്ട് 10 രൂപ ചോദിച്ച്, പിന്നെ ഞാൻ 10 രൂപ കൊടുത്ത്. അകത്ത് ഫ്രീ ആണെന്നാണ് പറയണത്. പിന്നെ സ്ലീവ്ലെസ്, ഞാനിപ്പോൾ സ്ലീവ്ലെസ് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് സീനുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഞാൻ ഷോൾ ഇങ്ങനെ ഇട്ടിട്ട് ഇത് വാങ്ങി കെട്ടിയിരിക്കണത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കുറച്ച് സ്ട്രിക്റ്റാണ് ഡ്രസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ. മാക്സിമം ചുരിദാർ കാര്യങ്ങളൊക്കെയാണ് ഇടാൻ വേണ്ടി നോക്കുക ഇവിടെ വരണവരൊക്കെ. പിന്നെ ഇവിടെ നല്ല വെയിലുണ്ട്. ഒരു 3-4 ദിവസത്തിന് ശേഷമാണ് വെയിൽ കൊള്ളണത്. വെയിൽ കാണുന്നത്, സൂര്യനെ കാണുന്നത് 3-4 ദിവസത്തിന് ശേഷമാണ്. ഇതുവരെ മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരുന്നില്ലേ, ഒരു ആശ്വാസമുണ്ട്. പിന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ സ്വെറ്ററാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ പിന്നെ ആ മൈനസിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും, ഇവിടെ ഇപ്പോൾ 8 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെ എന്തോ ആണ്. മൈനസിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും നല്ലൊരു ആശ്വാസം. അതൊക്കെയാണ് പറയാനുള്ളത്. ഇനിയിപ്പം അകത്ത് ക്യാമറ അലോഡഡ് ആണോ എന്ന് അറിഞ്ഞില്ല. അകത്ത് പോയിട്ട് കാണിച്ചു തരാം. ഇവിടെ കുറേ ഷോപ്പിങ്ങിന് സ്ഥലമുണ്ട് കേട്ടോ. വിലക്കുറവാണെന്നാണ് പറയണത്. തിരിച്ചു വരുമ്പം ഷോപ്പിംഗ് ചെയ്യാം. ഇപ്പം നമുക്ക് നേരെ നടക്കാം. അങ്ങോട്ടൊന്നും നോക്കാതിരിക്കണതാണ് നല്ലത്. നോക്കുക, എങ്ങനെ നോക്കാതിരിക്കും? ക്യൂട്ട് സാധനങ്ങൾ. ചൂട്ടി നോക്ക്. നമ്മൾ ജാലിയൻ വാല ബാഗിലാണ് ആദ്യം നമ്മൾ പോണത്. ഇവിടെയൊന്നും അധികം ഫോട്ടോസൊന്നും എടുക്കാൻ സമ്മതിക്കില്ല. ഇവിടെ നിന്ന് ഒരു 2 മിനിറ്റ് നടക്കാനേ ഉള്ളൂ ഗോൾഡൻ ടെമ്പിളിലോട്ട്. ऊंचा कोडियां वाला विच दिस शो ബ്രിട്ടീഷുകാർ
കുറേ ആൾക്കാരെ കൊന്നിട്ട് ഇതിൻ്റെ അകത്ത് മൂടിയിട്ടെന്നാണ് പറയുന്നത്. അത്രയും വലിയൊരു കിണറാണ്. ഇങ്ങനെ കാണാൻ പറ്റും. ഭയങ്കര ആഴമെന്നാണ് പറയണത്. ഗോൾഡൻ ടെമ്പിളും ജാലിയൻ വാല ബാഗും കണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ജാലിയൻ വാല ബാഗ്, ഒരു കിണറുണ്ട്, അങ്ങനത്തെ ചുമ്മാ മ്യൂസിയം പോലത്തെ സാധനങ്ങളല്ലേ, ഹിസ്റ്ററിയാണ്, എല്ലാം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ വിഷ്വലി പണ്ടത്തെ ഇതൊക്കെ കാണിച്ചു തരും. അത്രേ ഉള്ളൂ ജാലിയൻ വാല ബാഗിൽ കാണാനായിട്ട്. പിന്നെ ഗോൾഡൻ ടെമ്പിളിലാണെങ്കിൽ ഫോട്ടോസോ കാര്യങ്ങളോ വീഡിയോസോ ഒന്നും എടുക്കാൻ സമ്മതിക്കൂല. ഇനി ഫോട്ടോസ് എടുക്കണമെങ്കിൽ തന്നെ കുറേ ചീത്ത കേട്ടിട്ട് എടുക്കണം. അവിടെ കുറേ കുന്തം വെച്ചിട്ട് കുറേ ആൾക്കാർ നിൽപ്പുണ്ട്, സെക്യൂരിറ്റി പോലത്തെ ആൾക്കാർ. അവർ നല്ല വഴക്ക് പറയും, ആ കുന്തം കൊണ്ട് കുത്താൻ വരും. അങ്ങനെയൊക്കെയാണ്, ചുമ്മാ പേടിപ്പിക്കുന്നതാണ്. അങ്ങനെ എടുക്കാൻ പറ്റില്ല. പിന്നെ കുറേ ചീത്ത പറയും, ഹിന്ദിയിൽ കുറേ ചീത്ത പറയും. അതൊക്കെ കേട്ടിട്ട് വേണമെങ്കിൽ എടുക്കാം. കുറച്ച് റിസ്ക്കാണ്. പിന്നെ അവസാനമൊക്കെ ആയപ്പോഴേക്കും അവർ നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ട് സമ്മതിച്ച്. പിന്നെ ഒരേ ഒരു പോസേ പറ്റുള്ളൂ. ഇങ്ങനെ ഞാൻ ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും ആഡ് ചെയ്യാം. ഇങ്ങനെ കൈകൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന പിക്ക് എടുക്കാൻ മാത്രമേ ഇവർ സമ്മതിക്കുള്ളൂ. അതും ഗേൾസൊക്കെ ആണെങ്കിൽ ഫുൾ തട്ടം, മീൻസ് മുടി കാണിക്കാൻ പാടില്ല. മുടിയൊക്കെ അകത്തോട്ട് കയറുമ്പോഴേക്കും ഇങ്ങനെ അഴിച്ചിടാൻ പാടില്ല, എല്ലാം ഇങ്ങനെ കെട്ടി വെക്കണം. അങ്ങനെ ഭയങ്കര കുറച്ച് സ്ട്രിക്റ്റ് ആണ്. എങ്ങോട്ട് തിരിഞ്ഞാലും കുന്തവും കൊണ്ട് ആൾക്കാരാണ്, അവർ കുത്താൻ വരും. അപ്പോൾ നമ്മൾ പേടിച്ചിട്ട് എടുക്കൂല. 2-3 പിക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയതും നല്ലതാണോ എന്നൊന്നും അറിഞ്ഞൂടാ. അത്രയൊക്കെ ഉള്ളൂ ഇവിടെ കാണാൻ. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്, അതൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. പിന്നെ എന്താണ്, ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെ പോയാണ്. അതൊക്കെയാണ് പരിപാടി. അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് രാവിലത്തെ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. വീഡിയോസ് എടുക്കാനും ഒരു സമ്മതിക്കില്ല. നമ്മൾ ഓട്ടോയുടെ ബാക്കിലാണ്. കുറച്ച് ലേറ്റായി പോയി, കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ ഫുഡ് കഴിക്കണില്ല. ഫുഡൊന്ന് ഉച്ചയ്ക്ക് സ്കിപ്പാക്കിയിട്ട് നമ്മൾ അറ്റേറി ബോർഡർ സെറമണി കാണാൻ വേണ്ടി പോവുകയാണ്. അതിൽ എന്താണ്, എന്തോ ഇങ്ങനെ പരേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ നമുക്ക് ഗേൾസിന് കുറച്ച് പ്രിഫറൻസ് ഉള്ളൊരു പ്രോഗ്രാമാണ്. ഗേൾസിന് പോയി ഡാൻസ് കളിക്കാം, അങ്ങനത്തെ കുറച്ച് ഇതൊക്കെയുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മളത് മിസ്സാവണ്ടെന്ന് വിചാരിച്ചിട്ട് ലഞ്ച് സ്കിപ്പ് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ്. അതൊരു 6 മണിയൊക്കെ ആകുമ്പോൾ കഴിയും. അത് കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ ഫുഡൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സഞ്ജുബായി ഉണ്ട് അടുത്ത്. സഞ്ജു പഞ്ചാബിലെത്തിയ പഞ്ചാബ് കോസ്റ്റ്യൂമോ, രാജസ്ഥാനിലെത്തിയ രാജസ്ഥാൻ. അടുത്ത് ഷമീൽ ഇന്ന് ഉറങ്ങണുണ്ട്. How much, sir? 20 piece. Two side. One side. Two side 20. Two side 20. Two side 15. Two side 15. Thank you. One pound. ഞാൻ പൈസ എടുത്തിട്ടില്ല. Oh my god. കർത്താവേ, ഇറങ്ങി ഉടനെ പൈസ ഇല്ല. വേണോ വേണ്ടെന്നൊന്നും ചോദ്യമില്ല. ബസ്സിൽ നിന്ന് ഇറങ്ങുക, അങ്ങ് വരയ്ക്കുക. ഇവക്ക് വേണ്ടാന്ന് പറഞ്ഞു, പൈസ ഇല്ല. വേണ്ടെന്ന് പറഞ്ഞപ്പോ കയ്യിൽ വരച്ചു കൊടുത്തു. പൈസ ദീജിയ. അപ്പോൾ പറഞ്ഞു പൈസ ഇല്ല. നമ്മൾ ഓടുകയാണ്. നമുക്ക് ഇങ്ങനെ സെന്ററിലൊരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാലും ഇന്ത്യൻ പാകിസ്ഥാൻ രണ്ടുപേരുടെയും ഈ ഫ്ലാഗ് ക്യൂ ആണ്.
നല്ലൊരു ഈവനിങ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട്. യെസ്, ഭയങ്കര തിരക്ക്. ഇതെല്ലാ ഈവനിങ്ങിനും നടക്കുന്നതാണ്, എന്നാലും ഇത്രയും തിരക്ക്. നമ്മൾ കണ്ടത് ഇന്ത്യൻ പാകിസ്ഥാൻ യൂണിറ്റിയെ സൂചിപ്പിക്കണ എന്തോ ഒരു ബോർഡറാണ്. അത് ഫസ്റ്റ് ലൈൻ ബോർഡർ ആണ്. ഇവിടെ യൂണിറ്റിയുടെ പരമായിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ ഇതെല്ലാ ദിവസവും നടക്കും. ലഞ്ച് കഴിക്കണത് 7 മണിക്കാണ് കേട്ടോ, രാത്രി. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ലേറ്റായി. അപ്പോൾ അതാ റൊട്ടി ഉണ്ടായിരുന്നു, റൈസ് ഉണ്ടായിരുന്നു. റൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ റൊട്ടിയുണ്ട്, പനീറുണ്ട്, ദാലുണ്ട്, ചിക്കൻ കറി, അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് ഇതൊക്കെയാണ്. പിന്നെ ഇതാ ഇവിടെ സ്പെഷ്യൽ ലസ്സി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. തൈരിൻ്റെ എന്തോ സംഭവമാണ്. നോക്കാം. ബ്രേക്ക് ഡൗൺ ആണ്, ബ്രേക്ക് ഡൗൺ ആണ്. ബാറ്ററി എന്തോ പോയി. Bismillah. കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ നേരെ ഡൽഹിക്ക് നേരത്തെ വിടാന്നൊക്കെ വിചാരിച്ചാണ്. അങ്ങനെ ഇങ്ങനെ മൂത്രമൊഴിക്കാൻ ഇറങ്ങിയപ്പോഴേക്കും വണ്ടി ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായി. അങ്ങനെ ബ്രേക്ക് ഡൗൺ ആയിട്ട് ബ്രേക്ക് ഡൗണോ ബാറ്ററി എന്തോന്നോ ഇങ്ങനെ ആയിട്ട് കിടക്കുകയാണ്. അങ്ങനെ ഇതാ പഞ്ചാബി ചേട്ടന്മാർ വന്ന് ചേട്ടന്മാരിതാ താറ് വെച്ചിട്ട് വലിക്കാനൊക്കെ നോക്കി, എന്നിട്ടൊന്നും നടന്നില്ല. നമ്മൾ ഇവിടെ ഇങ്ങനെ പെഴിവഴി നിൽക്കുകയാണ്. ഞാനാണെങ്കിൽ ഇതാ ഡ്രസ്സൊക്കെ മാറ്റി ചീറ്റോസൊക്കെ വാങ്ങി ഇങ്ങനെ കംഫർട്ടബിളായിട്ട് സിനിമ കാണാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. എന്നിട്ടൊന്നും നടന്നില്ല ഗൈസ്. എന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ പെഴിവഴിയിൽ നിൽക്കുകയാണ് രാത്രി. മിക്കവാറും ഇവിടെ തന്നെ നിൽക്കുമെന്തോ അറിഞ്ഞൂടാ. ആൾക്കാരൊന്നും വിചാരിച്ചിട്ടൊന്നും പറ്റണില്ല ചെയ്യാനായിട്ട്, ഒന്നും പറ്റണില്ല. നമ്മളിങ്ങനെ പെഴിവഴിയിൽ ഇങ്ങനെ നിൽക്കുന്നു. സോ ഇനിയിപ്പം നാളെ ഡൽഹിയിലെത്തുകയാണെങ്കിൽ കാണാം. അതുവരെ ബൈ.